നെൽകൃഷിയെ അറിയാനും വയൽക്കാഴ്ചകൾ കാണാനും പാടവരമ്പത്തെത്തി കുട്ടികൾ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ചീമേനി വയൽ പാടശേഖരത്തിലെ ഒന്നാം വിള നെൽകൃഷിയും ഇതോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും നേരിൽ കാണാൻ എത്തിയത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. സിപ്റ്റ ചീമേനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ചീമേനി വയലിൽ നടത്തിയ നെൽകൃഷി കാണുന്നതിനും കൃഷിരീതികൾ പഠിക്കുന്നതിനുമായാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗത്തിലെ 100ഓളം വരുന്ന കുട്ടികൾ എത്തിയത്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ 60 ഏക്കർ പാടശേഖരം പണ്ട് നാടിന്റെ നെല്ലറിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 16 വർഷത്തോളമായി ഇവിടെ നെൽകൃഷി നാമമാത്രമാണ്. ഈ വയലുകളെ പഴയകാല സമൃദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ സിപ്റ്റ ചീമേനി എന്ന കൂട്ടായ്മ 15 ഏക്കറിൽ ഇത്തവണ കൃഷി ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി നൽകിയിരുന്നു. ഇവിടുത്തെ കർഷകരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വർഷം 15 ഏക്കറോളം കൃഷിയാണ് നമ്മൾ ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ സിപ്റ്റ ഈ കൃഷി ചെയ്യുന്നുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിത്ത് കൃഷിഭവൻ ഒരുക്കി കൊടുത്തു, അതുപോലെ ഞാറ്റടി തയ്യാറാക്കി കൊടുത്തു, അതുപോലെ ഇത് ഉഴാനുള്ള യന്ത്രങ്ങൾ, കൊയ്യാൻ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൊയ്യാനുള്ള യന്ത്രങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കും. കൃഷിക്കാർക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ ഏതാണ്ട് 39 കർഷകർ ഇപ്രാവശ്യം രംഗത്ത് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അടുത്ത വർഷം ഈ വയൽ മുഴുവൻ ഈ 60 ഏക്കറയും കൃഷി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിൻ്റെ തുടർച്ച ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ 15 ഏക്കർ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ഇതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വരും തലമുറയെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്കായി കൃഷിപാഠം പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ ഓരോ ഘട്ടവും പരിചയപ്പെടുത്തി അവരെ കൃഷിയിലേക്ക് അടുപ്പിക്കുവാനും തരിശുരഹിത നെൽകൃഷി എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കൂടിയാണ് ഈ വേറിട്ട പ്രവർത്തനം. 5ാം ക്ലാസ് മുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പാഠഭാഗവുമായി പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ രാവിലെ ചോദിച്ചപ്പോൾ 3 കുട്ടികൾ ഇതുവരെ നെൽവയൽ കണ്ടിട്ടില്ല. ആ കുട്ടികൾക്ക് ഈ കൃഷി രീതികൾ അതിൻ്റെ ഓരോ ഘട്ടവും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വളരെ നമ്മുടെ സുജ ടീച്ചറൊക്കെ അനിത ടീച്ചറും ഒക്കെ വളരെ താല്പര്യമെടുത്തുകൊണ്ട് കുട്ടികളുടെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10-15 കുട്ടികളുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് മുതിർന്ന കർഷകരായ KK ഗംഗാധരൻ, K ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി. കുട്ടികളോട് പഴയകാല കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും അവർക്ക് നാട്ടിപ്പാട്ട് പാടി കേൾപ്പിക്കുവാനും പഴയകാല കർഷകരായ CK കാർത്തിയായനിയമ്മ, പലേരി പാർവതിയമ്മ, KV മാധവിയമ്മ, KP പത്മാവതി എന്നിവരും ഉണ്ടായിരുന്നു. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകരയുടെ നാടൻപാട്ട് കുട്ടികളെ ആവേശത്തിലാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.